ക്രേസി ജോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ വാഴക്കൂമ്പ് തോരനാണ്. വാഴക്കൂമ്പിൻ്റെ കൂടെ നല്ല വൻപയർ വേവിച്ചതും കൂമ്പും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു തോരനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പാചകം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ്. ആദ്യമായി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചാരപ്പൂവൻ എന്ന ഇനം വാഴയുടെ കൂമ്പാണ്. ഈ കൂമ്പ് വെച്ച് തോരൻ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ കൂമ്പ് തന്നെ എടുത്തത്. വാഴക്കൂമ്പ് തോരന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മുറി തേങ്ങ ചിരുകിയത്, അരയ്ക്കുന്നതിന് ആവശ്യമായ പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾ, സവോള ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, വറ്റൽമുളക്, ഒരു കപ്പ് വൻപയർ. ആദ്യമായി നമുക്ക് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ വൻപയർ കുക്കറിലിട്ട് വേവിച്ചത് ഒരു 4 വിസിലടിക്കണം, എങ്കിലേ വൻപയർ വേവുകയുള്ളൂ. അങ്ങനെ നമ്മുടെ വൻപയർ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ കൂമ്പ് തോരൻ പാചകം ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായി ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ്, അത് അടുപ്പിൽ വെച്ച് നമുക്ക് ചൂടാക്കാം. ചൂടായ ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കൂടാതെ അതിലേക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് വാഴക്കൂമ്പ് തോരൻ ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിൽ നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് വാഴക്കൂമ്പ് തോരൻ ആവശ്യമായ അരപ്പ് തയ്യാറാക്കണം. അതിനായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുറി തേങ്ങ മിക്സിയിലേക്ക് ഇടുകയാണ്. കൂടാതെ പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇവ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഏകദേശം തേങ്ങ അരച്ചിരിക്കുകയാണ്. അധികം വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുത്തത്. അരയ്ക്കുക എന്ന് പറയുമ്പോൾ ചതയ്ക്കുക എന്ന് തന്നെയുണ്ട്, കാരണം കൂടുതലങ്ങ് നൈസായിട്ട് അറിയാൻ പാടില്ല. ഇപ്പോൾ സവാള ഏകദേശം വഴന്ന് വന്നിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് ചേർത്ത് കൊടുക്കാം. കൂമ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറു തീയിലായിരിക്കണം എപ്പോഴും കൂമ്പ് തോരൻ വേവിച്ചെടുക്കേണ്ടത്. കൂമ്പ് തോരന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഒരു അടപ്പ് വെച്ച് നമുക്കിത് ചെറു തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ കൂമ്പ് തോരൻ ഏകദേശം ഹാഫ് കുക്കറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. ഈ വൻപയർ വേവിക്കുമ്പോൾ ഉണ്ടായിരുന്ന ലേശം വെള്ളം ഇതിലുണ്ട്. ആ വെള്ളം ഉൾപ്പെടെയാണ് നമ്മൾ ഇതിൽ വേവിക്കുക. തുടർന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം വൻപയറിനകത്ത് നമ്മൾ
വേകാൻ ഉപയോഗിച്ച വെള്ളം മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം വെള്ളം ഒഴിക്കാൻ, മറ്റു വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. അങ്ങനെ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കൂമ്പ് തോരൻ റെഡിയായിരിക്കുകയാണ്.